ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്ക് കറി എന്തൊക്കെയാണ് വെക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ന് നമുക്ക് കറിക്കായി കക്ക ഇറച്ചിയാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കണം. ഇതൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി നമ്മളൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള ഇവ ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ ലേശം ഉപ്പും ചേർത്ത് നമ്മളെ സ്റ്റൗ സിമ്മിലാക്കി അടച്ചു വെച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി മസാലയ്ക്ക് ആവശ്യമായ പൊടികളും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മളെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, ലേശം പെരുംജീരകത്തിൻ്റെ പൊടി ഇവ ഇത്രയാണ് ചേർക്കുന്നത്. പൊടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് കഴുകി അതിൻ്റെ അകത്തുള്ള വേസ്റ്റൊക്കെ നമ്മൾ കളഞ്ഞ് വീണ്ടും കഴുകിയെടുത്ത കക്ക ഇറച്ചിയാണിത്. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇത് അടച്ചു വെച്ച് സ്റ്റൗ സിമ്മിലാക്കി വെച്ച് അതിൻ്റെ ആവിയിൽ തന്നെ വെന്ത് കിട്ടും. എരിവും മസാലയും ഒക്കെ അവരവരുടെ പാകത്തിന് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കക്ക ഇറച്ചി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയും അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് നമ്മളതിലേക്ക് ലേശം മല്ലിയില കൂടി അരിഞ്ഞ് ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ കക്ക ഇറച്ചി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഊണ് കഴിച്ചാലോ? നമുക്കിന്ന് നല്ല ചൂടോടെയുള്ള കുത്തരിച്ചോറും അതിലേക്ക് നമുക്ക് കുറച്ച് അവിയൽ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് അവിയൽ എടുക്കാം. നമുക്കിന്ന് സ്പെഷ്യലായിട്ടുള്ളത് നമ്മുടെ കക്ക ഇറച്ചി ഫ്രൈ ആണ്. അതും കൂടി നമുക്ക് കുറച്ചെടുക്കാം. പിന്നെ നമുക്ക് ഒഴിച്ചുകറിയായിട്ട് ഇന്ന് നമ്മളെ മോര് കാച്ചിയതാണ്. അത് നമ്മൾ തേങ്ങയൊന്നും ചേർക്കാതെ നമ്മൾ തൈര് തന്നെ നന്നായിട്ട് ഉടച്ചെടുത്തത് കടുക് താളിച്ച് എടുത്തതാണ്. പിന്നെ നമുക്ക് നമ്മുടെ മഷ്റൂം ഒരു മസാലക്കറി വെച്ചതും കൂടിയുണ്ട്. ഇനിയും പുതിയ പുതിയ റെസിപ്പികളും വിശേഷങ്ങളുമായി കാണാം എന്ന പ്രതീക്ഷയോടെ